തൈവാൻ അവരുടെ ആനുവൽ മിലിറ്ററി എക്സസൈസ് ഇന്നലെ വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് വരെയും വെറും ഡിഫൻസീവ് പോർഷൻ മാത്രമായിരുന്നു അവർ എടുത്തിരുന്നത്. ചൈന അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം തടയാം, അല്ലെങ്കിൽ ചൈന നമ്മെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ അതിനെ എങ്ങനെയെല്ലാം ഡിഫൻസീവ് മോഡിൽ തടയാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന തൈവാൻ ഇപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായി ഒഫൻസീവായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചൈനയെ എതിർത്ത് അവരുടെ അകത്തേക്ക് വരുന്ന കപ്പലുകളെ നമ്മെക്കൊണ്ട് എങ്ങനെയെല്ലാം മുൻകൂട്ടി ആക്രമിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ഒരു വാർ ടൈം ഡ്രിൽ എന്ന രീതിയിൽ തന്നെ അവർ പരീക്ഷിച്ചു നോക്കി. ഇത് ചൈനയ്ക്കും തൈവാനും ഇടയിലുള്ള ആ ഒരു പിരിമുറുക്കം എക്കാലത്തെയും ഇല്ലാത്ത രീതിയിൽ ഉയർന്ന നിലയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ചൈന ഇതിനൊരു വലിയ അപലപനം അറിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും ചൈനയ്ക്കും തൈവാനും എന്താണ് പ്രശ്നം എന്ന്. വേണമെങ്കിലും ചൈന തൈവാനെ ഇൻവൈറ്റ് ചെയ്യുമെന്നുള്ളത് ഇന്ന് ജിയോപൊളിറ്റിക്സിലുള്ള ഒരു വലിയ ടോപ്പിക് തന്നെയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തൈവാനെ കൊണ്ട് എത്ര ദിവസം ചൈനയെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ചൈന വേഴ്സസ് തൈവാൻ. ഈ ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഒരു മൂന്നാമതായി ലോകയുദ്ധം കൊണ്ടുവരാൻ സാധ്യതയുള്ള കഴിവുള്ള വളരെ പവർഫുള്ള യുദ്ധമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം തൈവാൻ എന്നത് ഒരു പ്രത്യേക സ്വതന്ത്ര രാജ്യമാണ്. ഇത് തൈവാന്റെ ക്ലെയിമാണ്. എന്നാൽ ചൈനയുടെ അവകാശവാദം അനുസരിച്ച് ഇല്ല, തൈവാൻ ഞങ്ങളുടേതായിരുന്നു. അവരെ ഒരു സ്വതന്ത്ര രാജ്യമായി ഞങ്ങൾ ഇതുവരെയും അറിയിച്ചിട്ടില്ല. ഇപ്പോൾ വരെയും അത് ഞങ്ങളുടെ ഒരു പ്രദേശം തന്നെയാണ്. അവർക്ക് സ്വയം ഭരിക്കാനുള്ള ഒരു അധികാരം ഞങ്ങൾ നൽകി എന്നതല്ലാതെ തൈവാൻ ഞങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് എന്നാണ് ചൈനയുടെ ഒരു ക്ലെയിം. അപ്പോൾ തൈവാനും ചൈനയ്ക്കും ഇടയിൽ എന്താണ് പ്രശ്നം? തൈവാൻ ഇതിനു മുൻപ് ആരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ മുൻപ് തന്നെ പോകണം. കാരണം അന്നുവരെയും തൈവാൻ ചൈനയുടെ ഒരു ഭാഗമായിരുന്നു. 1949 ചൈനയിൽ നടന്ന ചൈനീസ് വിപ്ലവം കാരണം അതിനുശേഷം തൈവാൻ ഒറ്റയ്ക്ക് വേർപിരിയുകയും ഒരു സ്വതന്ത്ര രാജ്യമായി അറിയിക്കുകയും ചെയ്തു. കൂടാതെ അവർക്കായിട്ടുള്ള ഒരു സ്വയം ഭരണം അവർ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നുവരെയും ചൈന അത് അംഗീകരിച്ചിട്ടില്ല. ചൈന തൈവാൻ ഒരു പ്രത്യേക രാജ്യമായി അംഗീകരിച്ചിട്ടുമില്ല. ഈ 7 ലൈൻ പോലുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ടാക്കുകയും തൈവാൻ ഞങ്ങളുടെ ഭാഗം തന്നെയാണ്, ആവശ്യം വരികയാണെങ്കിൽ എൻ്റെ മുഴുവൻ മിലിറ്ററി പവർ കാണിച്ചിട്ടാണെങ്കിലും ഞാൻ ആ രാജ്യത്തെ പിടിച്ചെടുക്കാൻ തയ്യാറാണെന്നൊക്കെയാണ് ചൈന പറയുന്നത്. ഇതിനെ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയനെ ഒരു ഉദാഹരണമായി എടുക്കാം. 1990-കൾക്ക് മുൻപ് വരെയും സോവിയറ്റ് യൂണിയൻ ആയിരുന്ന രാജ്യങ്ങൾ പിന്നീട് പിരിഞ്ഞ് പല രാജ്യങ്ങളായി മാറി. അതായത് അതിനു മുൻപ് നിരവധി രാജ്യങ്ങളായിരുന്നവർ പിന്നീട് സ്വയം ഭരണ അധികാരത്തിന് കീഴിൽ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ അംഗമായി മാറി. അപ്പോൾ ഈ ഭൂപ്രദേശം വൈസ് നോക്കുകയാണെങ്കിൽ ഒരു അംഗീകരിക്കപ്പെട്ട ഭരണസമിതിയായി തന്നെ മാറി. സ്വയം ഭരണം എന്നതൊക്കെ രാജ്യങ്ങൾക്ക് നൽകിയാലും ഇവരെല്ലാം ഈ സോവിയറ്റ് യൂണിയൻ എന്ന ഒരു കുടയിൻ കീഴിലായിരുന്നു. അതുകൊണ്ട് അവർക്കുള്ള ചെറിയ ചെറിയ അധികാരങ്ങൾ നൽകുകയും ഈ ഒറ്റ സിസ്റ്റത്തിന് കീഴിലായിരുന്നു എല്ലാവരും പ്രവർത്തിച്ചു വന്നത്. അതുപോലെയായിരുന്നു തൈവാനും ഉണ്ടായിരുന്നത്. പ്രായോഗികമായി നോക്കിയാൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപിരിഞ്ഞു പോയ രാജ്യങ്ങളെ റഷ്യ ഇപ്പോഴും തങ്ങളുടെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ചൈന ഇപ്പോഴും തൈവാനെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മിലിറ്ററി പവർ വൈസ് നോക്കുകയാണെങ്കിൽ ചൈനയെ തീർച്ചയായും തൈവാനെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ വശത്ത് തൈവാൻ അവരൊരു 10 മടങ്ങ് വലുതാണെങ്കിൽ ചൈന അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ 1000 മടങ്ങ് വലിയൊരു രാജ്യമാണ്. തൈവാൻ എന്നത് ചെറിയൊരു ദ്വീപാണ്. അവരുടെ ജനസംഖ്യ, മിലിറ്ററി പവറൊക്കെ വളരെ വളരെ കുറവാണ്. എന്നാൽ ഈ വശത്ത് ചൈന നോക്കിയാൽ ലോകത്തിലെ 3ാമത്തെ വലിയ സൈനിക പവർ ഉള്ള ഒരു രാജ്യം. എന്നാൽ തൈവാൻ മാത്രമല്ല ചൈനയ്ക്ക് പ്രശ്നം. തൈവാൻ, ജപ്പാന്റെ ചില ദ്വീപുകൾ, ഇവയെല്ലാം ഈ ചൈനയുടെ കണ്ണിൽ എപ്പോഴും ഒരു കരടാണ്. തൈവാന് മാത്രമല്ല ചൈന ഇങ്ങനെ പ്രശ്നങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2023-25 ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ സെങ്കഗു ഐലാൻഡ്, ഇത് ജപ്പാന്റെ ഒരു ഭൂപ്രദേശമാണ്. ഈ പ്രദേശത്ത് ജപ്പാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിനുള്ളിൽ ഏകദേശം ഒരു 300 തവണ ചൈനയുടെ കപ്പൽ സേന ഒരു വയലേഷൻ നടത്തി. ഇത് വലിയൊരു വയലേഷൻ തന്നെയായിരുന്നു. ഒരുപാട് തവണ ജപ്പാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ചൈന പറയുന്നത് ഇല്ലില്ല, ഞങ്ങൾ അവിടെ വെറുതെ ഞങ്ങളുടെ ഒരു പാട്രോളിങ്ങിന് വേണ്ടി മാത്രം വന്നതാണ്, അതും ഞങ്ങളുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നൊക്കെയാണ് ചൈന പറയുന്നത്. പക്ഷെ അവരവിടെ ചെയ്തത് ജപ്പാന്റെ വാട്ടേഴ്സിനുള്ളിൽ ഇല്ലീഗലായി നുഴഞ്ഞു കയറി. എന്നാൽ ജപ്പാൻ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ട് ഇതൊക്കെ നോർമലായി തന്നെ പോയി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ തൈവാനും ചൈനയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ഉണ്ടാകും? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിലിറ്ററി ഡ്രിൽ നടത്തുന്നത്. സാധാരണ ഈ മിലിറ്ററി ഡ്രില്ലൊക്കെ എല്ലാ വർഷവും നടത്തുന്ന ഒന്നാണ്. 2024 വരെയും അവരെ ഡിഫൻസീവ് പോർഷൻ മാത്രം എടുത്തിരുന്നുള്ളൂ. എന്നാൽ ആദ്യമായി 2025 ഇപ്പോൾ ഈ എയർ റെയ്ഡ് അലാറം മുഴക്കി. ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ എങ്ങനെയെല്ലാം തയ്യാറാകാം, നമ്മുടെ സൈന്യവുമായി ചേർന്ന്
നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെല്ലാം എങ്ങനെ ഇതിനെ സഹായിക്കുമെന്നുള്ളത് പ്രാക്ടിക്കലായി തന്നെ അവർ ചെയ്തു നോക്കി. എന്നാൽ ഇതിൽ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സും സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം. ഇപ്പോൾ ആദ്യം ഈ തായ്വാന്റെ റെഡിനെസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്ലീറ്റിനെ കുറിച്ച് നമ്മൾ അറിയണം. തൈവാൻ എന്നത് ലോകത്തിലെ 22ാം സ്ഥാനത്തുള്ള മിലിറ്ററി പവർ ആണ്. ടോപ്പ് റാങ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ പക്കൽ 300-ലധികം യുദ്ധവിമാനങ്ങളുണ്ട്. പ്രൈമറി ഫൈറ്റർ ജെറ്റ്സ് F-16 വൈപ്പർ വേരിയന്റ് ആണ്. ഇത് അതിനവീനമായ ബ്ലോക്ക് 70-72 ഈ ഒരു ബ്ലോക്കിലുള്ളതാണ് തൈവാന്റെ പക്കലുള്ളത്. F-16 വേരിയന്റിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ അത്യാധുനിക വിമാനമാണെങ്കിൽ അത് ഈ ഒരു വിമാനത്തെ പറയാൻ സാധിക്കും. ഉക്രൈന് നൽകിയതുപോലെ പഴയ ഫൈറ്റർ ജെറ്റ്സ് ഒന്നും നൽകിയില്ല. ഇതെല്ലാം അത്യാധുനിക ജെറ്റ്സ് ആണ്. അടുത്ത അവരുടെ പക്കൽ മിറാജ് ആണ്. അവരുടെ രാജ്യത്ത് നിർമ്മിച്ച ചില ഫൈറ്റർ ജെറ്റ്സ്, ഹോം ഗ്രൗണ്ട് സിസ്റ്റംസ്, ഇങ്ങനെ മൊത്തത്തിൽ 300 എയർക്രാഫ്റ്റ്സിലധികമുണ്ട്. നാവൽ പവറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ 3 ഡെസ്ട്രോയേഴ്സ്, 22 ഫ്രിഗേറ്റ്സ്, 4 സബ്മറൈൻസ്, ഇങ്ങനെ ഒരു മീഡിയം പവറുള്ള നാവികസേന അവർക്കുണ്ട്. മിസൈൽ ശക്തിയെ സംബന്ധിച്ചിടത്തോളം 800 മുതൽ 900 ക്രൂയിസ് മിസൈൽസ്, 1200 കപ്പൽ വേധ മിസൈലുകൾ വരെയും അവരുടെ പക്കലുള്ളതായി പറയപ്പെടുന്നു. ഈ ഡേറ്റയൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ളതൊന്നും അറിയില്ല. തായ്വാനും ചൈനയ്ക്കും ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ തായ്വാൻ അവർക്ക് ആവശ്യത്തിലും അധികമായി തന്നെ ആന്റിഷിപ്പ് മിസൈൽസ് ഒക്കെ അകത്തേക്ക് വാങ്ങാൻ തുടങ്ങി. അപ്പൊ ഈ കണക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ 1200 മിസൈൽസോളം അവരുടെ പക്കൽ ഉണ്ടെന്നും പറയുന്നു. ഇപ്പൊ തായ്വാനെ ചൈന ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പൊസിഷനിൽ നിന്നും അങ്ങനെ ആക്രമിക്കാൻ സാധിക്കില്ല. പ്രധാനപ്പെട്ട 5 ഫ്രജൈൽ സോൺസ് ഉണ്ട്. തായ്വാൻ എന്നത് ഒരു ചെറിയ ദ്വീപാണ്, നമുക്കറിയാം. എന്നാൽ ആ ദ്വീപിൽ നിരവധി പർവ്വത നിരകളുണ്ട്. അതും ഈ കപ്പൽ വഴി ഒരു രാജ്യത്തെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. കപ്പൽപ്പടയെ കൊണ്ടുപോയി ഒരു രാജ്യത്തെ കീഴടക്കണം അല്ലെങ്കിൽ ഒഫൻസീവായി ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അകത്ത് അഗ്രസറായി വരുന്നവർക്ക്, അതായത് ചൈനയ്ക്ക്, ഇവിടെ നിരവധി തിരിച്ചടികളും നഷ്ടങ്ങളും ഉണ്ടാകും. കാരണം ഏസിമെട്രിക്കൽ വാർഫെയർ ഉണ്ട്. ചൈന ഇതുപോലെ ഈ കപ്പൽ സേന അകത്തേക്ക് അയക്കുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ചെറിയ ചെറിയ കുഴിബോംബുകൾ നിറയ്ക്കും, ടോർപിഡോസ് എല്ലാം അവിടെ നിറച്ചു വെക്കും. ഈ കപ്പലുകൾക്കെതിരെയുള്ള ആന്റിഷിപ്പ് മിസൈൽസ് ഇതെല്ലാം അയക്കുക. ഇങ്ങനെ ഒരു സിംഗിൾ മിസൈൽ പോലും അകത്തേക്ക് വരുന്ന ചൈനയുടെ നേവിക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തും. കൂടുതൽ മരണങ്ങൾ അവിടെ സംഭവിക്കും. അപ്പോൾ എല്ലാ ഇടങ്ങളിലും അറ്റാക്ക് ചെയ്യണമെന്ന് ഒരിക്കലും ചൈന ചിന്തിക്കില്ല. ഈ പറഞ്ഞ 5 ഫ്രജൈൽ സോൺസ് അതേതാണെന്ന് നോക്കിയാൽ കാജു സിറ്റി, തൈനാൻ സിറ്റി, തായ്തുങ് സിറ്റി, തിയോയൂൺ സിറ്റി, ന്യൂ ടൈപ്പുൺ സിറ്റി, ഈ 5 പ്രദേശങ്ങളും തായ്വാന്റെ നോർത്ത് എൻഡ് മുതൽ സൗത്ത് ഈസ്റ്റ് എൻഡ് വരെയുമുള്ള പ്രദേശങ്ങളാണ്. അതായത് പ്രാക്ടിക്കലി ചൈനയെ ഫേസ് ചെയ്തതുപോലുള്ള പ്രദേശങ്ങൾ. ഈ 5 പ്രദേശങ്ങളും ചൈനയ്ക്ക് അനുകൂലമായ രീതിയിലാണ് ഭൂപ്രദേശമുള്ളത്. ഈ 5 പ്രദേശങ്ങൾ ഒഴികെ മറ്റ് പ്രദേശങ്ങളെ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ, മറ്റേതെങ്കിലും ഡയറക്ഷനിൽ ആക്രമിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ചൈനയ്ക്ക് ഒരു ഹെവി ലോസ് തന്നെ സംഭവിക്കും. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ 5 പ്രദേശങ്ങളായിരിക്കും അവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുക. ഇതും തായ്വാൻ നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ നടത്തിയ ഡ്രില്ലിനെയും ഈ 5 ഫ്രജൈൽ സോൺസിനെ അടിസ്ഥാനമാക്കിയാണ് അവർ നടത്തിയത്. അവരുടെ റെഡിനെസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായി. ഇതിലും തായ്വാൻ ചെയ്തൊരു വലിയ കാര്യം, ഈ എയർ റെയ്ഡ് അലാറം മുഴങ്ങുമ്പോൾ ചൈനയുടെ എയർപ്ലെയിൻസ് അകത്തേക്ക് വന്നാൽ എങ്ങനെ ഒരു സിനാരിയോ ആണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഫൈറ്റർ ജെറ്റ്സിനെ അവിടെ പറപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് മുൻകൂട്ടി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവർ ഇത്തവണ പറഞ്ഞത് ഒരു വലിയ അനൗൺസ്മെന്റ് ആയി മേക്ക് ചെയ്തൊരു കാര്യം, അകത്തുള്ളത് ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റ്സ് ആണ്, എങ്കിൽ പോലും നിങ്ങൾ ഈ ഫൈറ്റർ ജെറ്റ്സ് പറക്കുമ്പോൾ അല്ലെങ്കിൽ എയർ സൈറൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവയെല്ലാം നിങ്ങൾ ശത്രുക്കളുടെ എയർക്രാഫ്റ്റ്സായി കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രോട്ടോകോൾസ് എല്ലാം ഫോളോ ചെയ്യണം. ബങ്കറിനെ നോക്കി അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ നോക്കി നിങ്ങൾ പോവുക. ഇതെല്ലാം നിങ്ങൾ കൃത്യമായി തന്നെ ചെയ്യണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ കൃത്യം ഈ ഒരു എയർ റെയ്ഡ് അലാറം മുഴങ്ങിയ ഉടൻ തന്നെ ഫൈറ്റർ ജെറ്റ്സ് എല്ലാം ചൈനയുടെ ഫൈറ്റർ ജെറ്റ്സ് ആണെന്ന രീതിയിൽ അസ്യൂം ചെയ്യപ്പെടുന്ന തായ്വാന്റെ എയർഫോഴ്സസിലുള്ള വിമാനങ്ങളെല്ലാം തായ്വാന്റെ തലസ്ഥാനത്തിന് മുകളിലൂടെ പറക്കാൻ തുടങ്ങുന്നു. അവരുടെ മിലിറ്ററി ഡ്രിൽ സ്റ്റാർട്ട് ആകുന്നു. ഇവിടെ ഈ ഒരു വെറും പ്രോട്ടോകോൾ മാത്രം ഫോളോ ചെയ്യുന്നതിന് പകരം റിയൽ ടൈം റെഡിനെസ് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പക്കൽ ഒരുപാട് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അവയെല്ലാം കോമ്പാക്ട് മോഡിലേക്ക് മാറ്റി. കൂടാതെ ഒറ്റ സമയത്ത് എത്രത്തോളം ടാർഗറ്റ്സിനെ ഇവരെ കൊണ്ട് എൻഗേജ് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം അകത്തേക്ക് വരുന്ന ടാർഗറ്റ്സിനെ പാർട്ട്ണർ കൺട്രീസിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയും എന്നുള്ളതെല്ലാം അവർ ലൈവായി തന്നെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ തൈവാൻ ചൈന ഇഷ്യൂ ആരംഭിച്ചതിന് ശേഷം തൈവാൻ ഇത്രത്തോളം റെഡിനെസ്സോടുകൂടി പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ഒരു ഒഫൻസീവ് ഓപ്പറേഷൻ എങ്ങനെയെല്ലാം ചെയ്യാമെന്നുള്ളത് ആദ്യമായി ലൈവായി തന്നെ പരീക്ഷിച്ചു നോക്കിയത് ഒരു പക്ഷേ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും ആദ്യത്തെ തവണ സംഭവിച്ചത്. ഇനി ഇതിലൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഒറ്റ മിലിറ്ററി ഡ്രില്ലിൽ മാത്രം 90-ലധികം സ്ഥലങ്ങളിൽ കൊലിഷൻ സംഭവിച്ചിട്ടുണ്ട്. തായ്വാൻ സിറ്റി അല്ലെങ്കിൽ തായ്വാന്റെ ഈ അകത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്നത് സ്ഥല പരിമിതികളുള്ള സ്ഥലമാണ്. റോഡുകൾ എല്ലാ ഇടങ്ങളിലും ഇല്ല. ചെറിയ ചെറിയ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. വലിയ വീതിയുള്ള റോഡുകളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മിലിറ്ററി ഡ്രിൽസ് ഒക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതലായും സംഭവിച്ചപ്പോൾ, അതായത് ഒരു യുദ്ധ സാഹചര്യം എങ്ങനെയാണോ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് അത്തരമൊരു സമയത്ത് ഒരു ഹെവി ട്രാഫിക് ഉണ്ടായി.
ചെറിയ ചെറിയ വഴികളൊക്കെ ആയതുകൊണ്ട് ഇവർ നടത്തിയ ഡ്രില്ലൊക്കെ ജനങ്ങളുടെ വാഹനങ്ങൾ ചെന്ന് ഇടിക്കുക, 2 ആർമഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ മിലിറ്ററി വെഹിക്കിൾസ് ഒക്കെ പരസ്പരം കൂട്ടിമുട്ടുക, ഇങ്ങനെ 90 സ്ഥലങ്ങളിൽ ഈ കൊലിഷൻ സംഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതൊരു പോസിറ്റീവ് അപ്രോച്ച് ആയിട്ടാണ് തൈവാൻ എടുത്തത്. നമ്മുടെ പക്കൽ ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, ഇത്രത്തോളമൊക്കെ വെല്ലുവിളികൾ നമുക്കുണ്ട്, ഇവയെല്ലാം ഭാവിയിൽ നമ്മൾ പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ചാൽ ചൈനയുടെ പക്കൽ നിന്നും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഓവർകം ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് അവർ ഉറച്ചു വിശ്വസിക്കുകയും ഇതിനെക്കുറിച്ചുള്ള പദ്ധതികൾ ഇടാനും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ എസിമെട്രിക്കൽ വാർഫെയറിലും ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം തായ്വാനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ എയർഫോഴ്സ് കാരണം വലിയ പ്രശ്നം, അതായത് ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അവരുടെ പക്കൽ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ടെങ്കിൽ പോലും, കൂടുതൽ ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്സ് ഉണ്ടെങ്കിൽ പോലും തായ്വാന്റെ പക്കൽ സർഫസ് ടു എയർ മിസൈൽ പവർ ഉണ്ട്. അതും പ്രധാനമായി ഒരുപാട് മിസൈൽസ് ഒക്കെ അമേരിക്കയുടെ പക്കൽ നിന്നും ഇവർ വാങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സിസ്റ്റംസിനെതിരെ തീർച്ചയായും ചൈന ഒരല്പം ഭയപ്പെടും. അപ്പോൾ അതിനെതിരെയുള്ള മൂവ്മെന്റ്സ് മേക്ക് ചെയ്യാനും അവർ ഭയപ്പെടും. അപ്പോൾ യുദ്ധക്കപ്പലുകളെ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും ചൈന തൈവാൻ നേരെയുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഇൻവേഷൻ ആരംഭിക്കുക. അപ്പോൾ കുറഞ്ഞത് 2000-2500 കുഴിബോംബുകൾ തായ്വാനെ ചുറ്റുമുള്ള കടൽ പ്രദേശങ്ങളിൽ അവർ നിർത്തിവെക്കുകയാണ്. അതിലൂടെ ചൈനയെ തടയാൻ കഴിയുമെന്നും തൈവാൻ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. അടുത്തൊരു യുദ്ധം വരികയാണെങ്കിൽ ചൈനയ്ക്കും തൈവാനും ഇടയിലായിരിക്കും അത് വരിക. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? തൈവാൻ ചൈനയുടെ ഒരു അവിഭാജ്യ ഘടകമാണോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമാണോ? ന്യൂട്രലായി നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്? നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.